ട്രിപ്പിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാങ്കോക്ക് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഫ്രഷപ്പായി നമ്മൾ ആദ്യം പോയത് വാറ്ററൂണിലേക്കാണ് കേട്ടോ. നമ്മുടെ ഡേ 1 സ്റ്റാർട്ട് ചെയ്യുന്നത് വാറ്ററൂണിൽ നിന്നാണ്. വാറ്ററൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഭാത ക്ഷേത്രം എന്നാണ്. നമ്മുടെ തായ് ഭാഷയിൽ വാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രം എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മണി തൊട്ടിട്ട് 8 മണി വരെയാണ്. ഏർലി മോർണിംഗോ അല്ലെങ്കിൽ ലൈറ്റ് ഈവനിങ്ങിൽ പോകുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഉച്ച സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചൂടും ഒക്കെയാണ്. അപ്പോൾ ഈവനിങ്ങിലാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. നല്ല ഭംഗിയുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും ഒക്കെ കാണാം. നമ്മളവിടെ മോർണിംഗിലാണ് എത്തിയത്. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് വാറ്ററൂണിലേക്ക് ആയതുകൊണ്ടാണ് നമ്മൾ നേരെ അങ്ങോട്ട് പോയത്. അവിടെ പിന്നെ നമുക്ക് എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 200 തായ് ബാത്താണ് വരുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു 500-530 രൂപയോളം വരും. പിന്നെ ഡ്രസ് കോഡ് ഉണ്ട്. നമ്മൾ അതിൻ്റെ എൻട്രൻസിൽ തന്നെ വലിയൊരു ബോർഡിൽ ഡ്രസ്സുകൾ, അതായത് നല്ല ഒരുപാട് മോഡേൺ ഡ്രസ്സുകളൊന്നും അവിടെ ഇടാൻ പാടില്ല. അപ്പോൾ അതൊക്കെ അവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് അകത്ത് കയറാൻ പറ്റുമെന്നുള്ളത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അമ്പലത്തിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. നമ്മുടെ ഈ അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. അതിൽ റെൻറ്റിന് ഡ്രസ്സ് എടുത്തിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. പിന്നെ ഈ അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് ക്ലോസ്ഡ് ആയിരുന്നു. അവിടെ നമുക്ക് കയറാൻ പറ്റിയില്ല. അല്ലാതെ തന്നെ നമുക്ക് പുറത്ത് തന്നെ ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തത് മഹാനകോൺ സ്കൈ വാക്ക് കാണാനായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ മഹാനകോൺ സ്കൈ വാക്കിലോട്ടാണ് പോയത്. നമ്മൾ തായ്ലാൻഡിൽ എത്തിയിട്ടുള്ള ആകെ പാക്കേജ് ഇല്ലാതെ പോകുന്നത് കൊണ്ട് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ട്രാൻസ്പോർട്ടേഷൻ. നമ്മളവിടെ പോയപ്പോൾ ടാക്സിക്കാണെന്നുണ്ടെങ്കിലും ഓട്ടോയ്ക്കാണെന്നുണ്ടെങ്കിലും നല്ല റേറ്റാണ്. ഒരുപാട് പൈസ പറയും. നമുക്കത് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മളവർ നല്ല രീതിയിൽ പറ്റിക്കും. അപ്പം നമ്മൾ അവിടെ പോയതിന് ശേഷം ഗ്രാബ്, ബോൾട്ട് എന്നുള്ള ഒരു ആപ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടുത്തെ ട്രാൻസ്പോർട്ടേഷനൊക്കെ ചെയ്തിരുന്നത്. അത് നമ്മുടെ നാട്ടിലെ ഊബർ പോലെയാണ് കേട്ടോ. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അത് അപേക്ഷിച്ച് നമ്മൾ നോർമലി ടാക്സി, ഓട്ടോ വിളിക്കുന്നതിനേക്കാളും നല്ല എമൗണ്ട് കുറവാണ് ഗ്രാബിലാണെങ്കിലും ബോൾട്ടിലാണെങ്കിലും. അപ്പോൾ നമ്മൾ ഈ തായ്ലാൻഡ് പോയിട്ടുള്ള 8 ദിവസത്തെയും ട്രാവൽ ഫുൾ ചെയ്തിരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ നമുക്ക് തായ്ലാൻഡിലെ ട്രാൻസ്പോർട്ടേഷൻ ഒന്നുകൂടെ ഹെൽപ്പ് ചെയ്യുന്നത് സ്കൂട്ടറാണ്. സ്കൂട്ടർ നമുക്ക് 1 ഡേ റെൻറ്റിന് എടുത്തിട്ട് പോവാം. അപ്പോൾ അതിനെക്കുറിച്ച് മുന്നേ അറിയാമായിരുന്നെങ്കിൽ നമുക്കത് എത്രമാത്രം സേഫാണെന്ന് അറിയാത്തതുകൊണ്ട് നമ്മളത് എടുത്തില്ല. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇത്രയും ക്യാഷ് വരില്ല, ഒന്നുകൂടെ കുറവായിരിക്കും. അപ്പം നമ്മൾ പിന്നെ അവിടെ നിന്ന് മഹാനകോൺ സ്കൈ വാക്കിൽ പോയി. പക്ഷെ അവിടെ ലാൻഡ് സ്ലൈഡിൻ്റെ ഒരു ഇഷ്യൂ കാരണം നമുക്ക് അവിടേക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ തായ്ലാൻഡ് പോകാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത് മഹാനകോൺ സ്കൈ വാക്ക്. അത്രയ്ക്കും കാണാൻ ഭംഗിയുള്ളൊരു ഇതാണ്. അപ്പോൾ എല്ലാവരും പോകുന്നവർ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് റൂം ചെക്ക് ചെയ്യാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. നമ്മൾ റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് പിന്നെ ഈവനിങ്ങിൽ MBK സെൻറ്ററിലോട്ടാണ് കേട്ടോ പോയത്. MBK സെൻറ്ററിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മോളാണ്. അവിടെ മൊബൈൽ അക്സസറീസ്, ഇലക്ട്രോണിക് ഐറ്റംസുകൾ, ഫാഷൻ, ഫുഡ് കോർട്ട്സ് ഒക്കെ ഉള്ള ഒരു വലിയൊരു മോളാണ്. ബ്രാൻഡഡ് ഷോപ്പ്സും ഉണ്ട്, അല്ലാത്ത ഷോപ്പുകളുണ്ട്. അല്ലാത്ത ഷോപ്പുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ടൊക്കെ വില കുറവിൽ നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മൾ വല്ലാതെ ഫുഡുകളൊന്നും അങ്ങനെ തായ് ഫുഡുകളൊന്നും വലുതായിട്ട് ട്രൈ ചെയ്യാനൊന്നും അവിടെ നിന്നില്ല. കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ തായ്ലാൻഡിലും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോ ഇടും. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മൾ സപ്പോർട്ട് ചെയ്യണം. താങ്ക്